وعلى آله وصحبه أجمعين. أشهد أن لا إله إلا الله وأشهد أن محمد رسول الله. اللهم صل وسلم وبارك عليه. സ്ക്രീന് കാണുന്നുണ്ടല്ലോ അല്ലേ? ഒന്നാമത്തെ പാഠമാണിത്. പാഠത്തിന്റെ പേര് അൽ ജുംലത്തുൽ മുഫീദ. അൽ ജുംലത്തുൽ മുഫീദ. അൽ ജുംല എന്ന് പറഞ്ഞാൽ സെന്റൻസ്, അൽ മുഫീദ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ ആശയം നൽകുന്ന സെന്റൻസ്. അപ്പോൾ കംപ്ലീറ്റ് സെൻസ് നൽകുന്ന ഒരു സെന്റൻസ്, അതിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞല്ലോ, അക്ഷരങ്ങൾ കൂടിയിട്ട് പദങ്ങൾ ഉണ്ടാകുന്നു. അക്ഷരങ്ങൾ കൂടിയിട്ട് പദങ്ങൾ ഉണ്ടാകുന്നു. പദങ്ങൾ കൂടിയിട്ട് വാക്കുകൾ കൂടിയിട്ട് സെന്റൻസ് ഉണ്ടാകുന്നു. അപ്പൊ ഇവിടെ ഈ അൽ ജുംലത്തുൽ മുഫീദ എന്ന് പറഞ്ഞ പൂർണ്ണമായ ആശയം നൽകുന്ന സെന്റൻസ് നേർത്തു. അതൊരു പൂർണ്ണമായ സെൻസ് ആ വാക്കിന്ന് കിട്ടൂല. അപ്പൊ നമ്മൾ എന്ത് പറയും? ഹാദ അൽ ജുംലത്തു, അല്ലെങ്കിൽ ഹാദിഹി, ഈ പറയാൻ പോകുന്നത് അൽ ജുംലത്തുൽ മുഫീദത്തു എന്ന് പറയും. ഹെഡിങ് ആകുമ്പോൾ പിന്നെ അങ്ങനെ പൂർണ്ണമായ ആശയം ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല. അത് പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഹെഡിങ്ങിന്ന് എല്ലാം പാടൊപ്പം ഹെഡിങ്ങിൽ പറയാൻ കഴിയില്ലല്ലോ. മലയാളത്തിലാണെങ്കിലും അറബിയിലാണെങ്കിലും ഇംഗ്ലീഷിലാണെങ്കിലും ഒക്കെ. അപ്പൊ അങ്ങനെ ചുരുക്കിയതാണ്. പക്ഷെ നമ്മൾ സംസാരിക്കുന്ന എന്താ പറയാ, ഒരാൾക്ക് ആശയം കൊടുക്കുമ്പോൾ അത് പൂർണ്ണമായ സെന്റൻസ് ആവണം. ഇനി പൂർണ്ണമായ സെന്റൻസ് ആയിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിന് അത് മനസ്സിലാവാൻ പ്രയാസമായിരിക്കും. ചില ഘട്ടങ്ങളിൽ ചിലപ്പോൾ ഒറ്റ പദത്തിൽ നിന്ന് മനസ്സിലാവും. അതാണ് ഞാൻ മുമ്പ് പറഞ്ഞത്. എന്താണ് പേര് എന്ന് ചോദിക്കുമ്പോൾ പേര് മാത്രം പറഞ്ഞാൽ മതി. എൻ്റെ പേര് ഹാഷിം എന്നാണ് എന്ന് പറയേണ്ട ആവശ്യമില്ല. ഹാഷിം എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ അവിടെ അണ്ടർസ്റ്റുഡ് ആണ്, ആ സന്ദർഭം ഒന്ന് മനസ്സിലാകും. അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ ചിലപ്പോൾ ആ ഒരു ഇത് വരും, ആ ഒറ്റപ്പദം മാത്രം വരും. പക്ഷെ അവിടെയും സങ്കല്പനയിൽ എന്തുണ്ടാവും? എൻ്റെ പേര് ഇന്നതാണ് എന്ന് പറയലായിരിക്കും അവിടെ ഉണ്ടാവുക. ഓക്കെ, ഇനി നോക്കാം നമുക്ക്. അൽ അംസിലത്തു, എക്സാമ്പിൾസ്. അംസിലത്ത് എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾസ്. മിസാൽ എന്ന് പറയും എക്സാമ്പിളിന്. ഒരു ഉദാഹരണത്തിന് മിസാൽ എന്ന് പറയും. എക്സാമ്പിൾസ് എന്ന് പറയുമ്പോൾ അൽ അംസിലത്തു. ഇവിടെ നോക്കി, 1, 2, 3, 4, 5, 6 ഉദാഹരണങ്ങളാണുള്ളത്. 6 ഉദാഹരണം. അതില് ഒന്നാമത്തെ ഉദാഹരണത്തിലും രണ്ടാമത്തെ ഉദാഹരണത്തിലും ഈ 2 പദങ്ങളാണുള്ളത്. 3ലും 4ലും 3 പദങ്ങളുണ്ട്. 5ലും 6ലും 4 വീതം പദങ്ങളുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? ഒന്നാമത്തേല് അൽ ബുസ്താനു ജമീലുൻ. അൽ ബുസ്താനു എന്നുള്ളൊരു പദവും ജമീലുൻ എന്നുള്ള മറ്റൊരു പദവും. അശംസു താലിഅത്തുൻ, 2 പദം. അൽ ബുസ്താനു എന്ന് പറഞ്ഞാൽ ദ ഗാർഡൻ, പൂന്തോട്ടം. ജമീലുൻ, മനോഹരമാണ്. ദ ഗാർഡൻ ഈസ് ബ്യൂട്ടിഫുൾ, അതാണ് എൻ്റെ അർത്ഥം. അൽ ബുസ്താനു, പൂന്തോട്ടം ഭംഗിയുള്ളതാണ്. പൂർണ്ണമായ ആശയം കിട്ടുന്നുണ്ടല്ലോ അല്ലേ? പൂർണ്ണമായ ആശയം കിട്ടി. ഓക്കെ, അപ്പോൾ അത് നമുക്ക് അവരോട് സംസാരിക്കാം. പൂന്തോട്ടം ഭംഗിയുള്ളതാണ്. ഓക്കെ, ഭംഗിയുള്ളത്, മനോഹരമാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. നേരെ മറിച്ച് അൽ ബുസ്താനു എന്ന് മാത്രം പറഞ്ഞാൽ അദ്ദേഹം പൂർണ്ണമായ ആശയം ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹം ചോദിക്കും, എന്താ ബുസ്താനെ കുറിച്ച് എന്താ പറയുന്നത്? ബുസ്താന് മനോഹരമാണ് എന്നാണോ, അതല്ല ഭംഗിയില്ലാത്തതാണ് എന്നാണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിശേഷണങ്ങളാണോ പറയുന്നത് എന്ന് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ചോദ്യം ഉണ്ടാവും. അൽ ബുസ്താനു ജമീലു എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ ആശയായി. അൽ ബുസ്താനു ജമീലു. അശംസു, രണ്ടാമത്തത്. അശംസു താലിഅത്തുൻ, സൂര്യൻ ഉദിച്ചിരിക്കുന്നു.
സൂര്യൻ ഉദിച്ചിരിക്കുന്നു. അപ്പൊ അവിടെ ആ അപ്പൊ അവിടെ എന്ത് ചെയ്തു? അതും പൂർണ്ണമായ ഒരു ആശയായി അല്ലേ? അപ്പൊ അവിടെ പൂർണ്ണമായ ഈ ഒന്നിനും രണ്ടിനും പൂർണ്ണമായ ആശയം കിട്ടാൻ വേണ്ടി രണ്ട് പദങ്ങളാണ് വേണ്ടി വന്നത്. രണ്ട് പദങ്ങൾ. മൂന്നാമത്തെ നോക്കി, ഷമ്മ അലിയുൻ. അലി എന്താണ്? മണത്തു, സ്മെല്ല് ചെയ്തു. വർദ്ധത്തൻ, പനിനീർ പൂവിനെ. പനിനീർ പൂവ്, റോസാപ്പൂ. റോസാപ്പൂ, വർദ്ധത്തൻ എന്ന് പറഞ്ഞ റോസാപ്പൂ. അപ്പോ ഷമ്മ അത് മണത്തു എന്നാണ് അർത്ഥം. അതൊരു ക്രിയയാണ് അല്ലെ? ഷമ്മ, സ്മെൽ ചെയ്തു. അലിയുൻ, ആരാണ് സ്മെൽ ചെയ്തത്? അലി സ്മെൽ ചെയ്തു. അപ്പൊ അലിയാണ് അതിന്റെ സബ്ജക്റ്റ്. വർദ്ധത്തൻ, എന്തിനെയാണ് സ്മെൽ ചെയ്തത്? അതാണ് ഒബ്ജക്റ്റ്. പൂവിനെ സ്മെൽ ചെയ്തു. അപ്പൊ ഇവിടെ വെർബ് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് വന്നു, അത് കഴിഞ്ഞിട്ട് ഒബ്ജക്റ്റും വന്നു. അതാ ഞാൻ മുമ്പ് പറഞ്ഞ്, അറബിയിൽ ഉള്ള ഒരു ഒരു സബ്ജക്റ്റിന്റെ ഒരു സ്ട്രക്ചർ, ഒരു സെന്റൻസിന്റെ സ്ട്രക്ചർ വെർബ് കൊണ്ട് തുടങ്ങുന്നതാണെങ്കിൽ ആദ്യം വെർബ് വരണം, എന്നിട്ട് ആ വെർബിന്റെ സബ്ജക്റ്റ് വി പ്ലസ് എസ് പ്ലസ് ഒ എന്നാണ് പറയാം. ഇംഗ്ലീഷിൽ അങ്ങനെയല്ലല്ലോ, സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ് എന്നാണ്. ഇവിടെ എങ്ങനെ? പക്ഷെ ഒന്നാമത്തെ ഉദാഹരണത്തിലും രണ്ടാമത്തെ ഉദാഹരണത്തിലും അവിടെ രണ്ടും ഇസ്മുകളാണ് അല്ലെ? ദ ഗാർഡൻ ഈസ് ബ്യൂട്ടിഫുൾ, അശംസു, ദ സൺ, അല്ലെ? ഒക്കെ എന്താണ്? ഇസ്മുകളാണ്. അപ്പൊ ഇവിടെ ഇസ്മു കൊണ്ട് തുടങ്ങുന്ന സെന്റൻസും ഉണ്ട്, ഫീല് കൊണ്ട് തുടങ്ങുന്ന സെന്റൻസും ഉണ്ട്. ഫീൽ എന്ന് പറഞ്ഞാൽ വെർബ്. നൗണ് കൊണ്ട് തുടങ്ങുന്ന സെന്റൻസും ഉണ്ട്, വെർബ് കൊണ്ട് തുടങ്ങുന്ന സെന്റൻസും ഉണ്ട്. വെർബ് കൊണ്ട് തുടങ്ങുന്ന സെന്റൻസിന്റെ സ്ട്രക്ചറാണ് വി പ്ലസ് എസ് പ്ലസ് ഒ. ഇത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എപ്പോഴും നമ്മുടെ അറബിയിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇനി ഇസ്മു കൊണ്ട് തുടങ്ങുകയാണെങ്കിൽ അതിൽ വെർബ് ഉണ്ടാവില്ല. ഇതിപ്പോൾ രണ്ട് നൗണുകളാണ്. അൽബുസ്താനു എന്നുള്ളതും നൗണാണ്, ജമീലു എന്നുള്ളതും നൗണാണ്, അശംസു എന്നുള്ളതും നൗണാണ്, താലിഅത്തുൻ എന്നുള്ളതും നൗണാണ്. രണ്ട് നൗണുകളെ കൊണ്ടും സെന്റൻസ് ഉണ്ടാവും. വെർബുകൾ അതിന്റെ വെർബും ഫായിലും കൊണ്ടും സെന്റൻസ് ഉണ്ടാവും. ഓക്കെ അല്ലേ? രണ്ട് വാക്കുകളിലും അത് വെർബിലും വരും. രണ്ട് വാക്കുകളിൽ ഉദാഹരണം പറയാം. ഒരാൾ ചോദിച്ചു, ആരാണ് പൂവ് മണത്തത് എന്ന് പറഞ്ഞു. ചോദിച്ചു നമ്മളോട്, ആരാണ് പൂവ് സ്മെല് ചെയ്തത്? അപ്പൊ നമുക്ക് എന്ത് പറഞ്ഞാൽ മതി? ഷമ്മ അലി എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ അവിടെ രണ്ട് ഇത് ഈ എന്താണ് ഒബ്ജക്റ്റ്, എന്താണ് നിർബന്ധമില്ല. ഒബ്ജക്റ്റ് ഒരു സെന്റൻസിന്റെ സ്ട്രക്ചറിന് നിർബന്ധമില്ല. അത് എന്താ പറയാ, ചില സമയത്ത് കളഞ്ഞും വരാം. ചില സമയത്ത് പൂർണ്ണമായ ആശയം കിട്ടാൻ വേണ്ടി ഒബ്ജക്റ്റ് നിർബന്ധമില്ല. പിന്നെ എന്തിനാന്ന് വെച്ചാൽ ഒബ്ജക്റ്റ് വരുന്നത് അത് കൂടുതൽ അറിവിന് വേണ്ടിയിട്ടാണ്, പൂർണ്ണതക്ക് വേണ്ടിയിട്ടല്ല. ഇപ്പൊ നമ്മൾ സുന്നത്ത് എന്നൊക്കെ പറയാം. ഒരു നിസ്കാരത്തിന് ഫർളുകളുണ്ട്. ആ ഫർള് ചെയ്താൽ തന്നെ നിസ്കാരമായി. പിന്നെ സുന്നത്തും കൂടി ചെയ്തു കഴിഞ്ഞാൽ ആ നിസ്കാരത്തിന്റെ ഒരു പൂർണ്ണത കിട്ടി. അതേപോലെ തന്നെ ഒബ്ജക്റ്റ് എന്തിന് നിർബന്ധമല്ല. ഒരു സെന്റൻസിന്റെ സെന്റൻസിന് പൂർണ്ണതക്ക് വേണ്ടിയിട്ടാണ് വരിക. ചില സമയത്ത് ഒബ്ജക്റ്റ് വേണ്ടി വരും, ചില സമയത്ത് അതാണ് നമ്മൾ പൊതുവെ പറയുമ്പോൾ വെർബും സബ്ജക്റ്റും മാത്രം മതി ഒരു സെന്റൻസ് ഉണ്ടാവാൻ. വെർബും സെന്റൻസും. പിന്നെ അപ്പോൾ ഇവിടെ അപ്പൊ ഇനി നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുമ്പോൾ മനസ്സിലാക്കും എങ്ങനെ ഒരു സെന്റൻസ് ഉണ്ടാക്കാൻ. രണ്ട് ഇസ്മിനാൽ ഒരു സെന്റൻസ് പറ്റും, ഒരു ഇസ്മും ഒരു വെർബിനാലും ഒരു സെന്റൻസ് പറ്റും, ഒരു ഇസ്മും രണ്ട് വെർബ്
അല്ല സോറി, ഒരു വെർബും 2 ഇസ്മിനാലും പറ്റും, ഒരു വെർബും 3 ഇസ്മിനാലും പറ്റും, ഒരു വെർബും 4 ഇസ്മിനാലും ഒക്കെ പറ്റും. അങ്ങനെയൊക്കെ വരും. അതായത് ചില പദങ്ങൾക്ക് 3 ഒബ്ജക്റ്റ് ഉള്ളതുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ കൊടുത്തു എന്ന് പറയുമ്പോൾ ആർക്ക് കൊടുത്തു, എന്തിനെ കൊടുത്തു, രണ്ടും പറയാലോ. ഞാൻ അവന് ഒരു പേന നൽകി, പേന കൊടുത്തു. അപ്പോൾ അവന് എന്നുള്ളത് ഒരു ഒബ്ജക്റ്റാണ്, പേന എന്നുള്ളത് മറ്റൊരു ഒബ്ജക്റ്റാണ്. അപ്പോൾ 2 ഒബ്ജക്റ്റായി അവന്. പിന്നെ വേറൊരു ഉദാഹരണം പറഞ്ഞാൽ ഞാൻ അവന് സെയ്ദിനെ കുറിച്ച് അറിയിച്ചു കൊടുത്തു. അങ്ങനെ പറയില്ല നമ്മൾ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, സെയ്ദ് എൻ്റെ കൂട്ടുകാരനായിരുന്നു, എൻ്റെ തേർഡ് പേഴ്സണായ ഒരാൾ, അതാണ് അവന്. ഞാൻ അവന് സെയ്ദിനെ കുറിച്ച് അവൻ പോയി എന്ന് അറിയിച്ചു കൊടുത്തു. അതാണ് ഞാൻ പറഞ്ഞു, സെൻറ്റൻസിൻ്റെ സ്ട്രക്ചറുകൾ അതിൻ്റെ ആശയങ്ങൾക്കനുസരിച്ച് വിപുലപ്പെട്ടുകൊണ്ടിരിക്കും. ചെറിയൊരു സിമ്പിൾ സെൻറ്റൻസ് ആയിട്ടാണെങ്കിൽ, ഇപ്പോൾ സിമ്പിൾ, കോംപ്ലക്സ്, കോമ്പൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇംഗ്ലീഷിൽ പറയുമല്ലോ. സിമ്പിൾ സെൻറ്റൻസ് ആണെങ്കിൽ എന്തുണ്ടാവും, ഒരു സബ്ജക്റ്റും ഒരു വെർബും ഒരു ഒബ്ജക്റ്റുമാണ് ഉണ്ടാവുക. എന്നാൽ കോംപ്ലക്സ് സെൻറ്റൻസ് ആകുമ്പോൾ ചിലപ്പോൾ കൺജങ്ഷൻ കൊടുക്കും, ചിലപ്പോൾ ദോ, ആൾദോ, വെദർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കൊടുക്കും. അങ്ങനെയൊക്കെ ഇംഗ്ലീഷിലും ഉണ്ടല്ലോ. അതേപോലെ തന്നെ ഇത് നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള സെൻറ്റൻസുകളെ കുറിച്ചാണ് പറയുന്നത്, വെരി സിമ്പിൾ. അതുകൊണ്ടാണ് 2 ഇസ്മുകൾ പറഞ്ഞത്. ഇനി ഞാൻ വേറൊരു സെൻറ്റൻസ് കാണിച്ചു തരാം. അതാണ് ഇവിടെ കണ്ടോ, ഇത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാനാണ് വന്ന്. ഇതാ തഅമ്മൽന, ഇവിടെ കണ്ടോ, ഇതാ തഅമ്മൽന തർക്കീബൽ അവ്വല വജദ്നാഹു യതറക്കബു മിൻ കലിമത്തൈനി. ഇതാണോ, ഇത് ഒറ്റക്കൊരു സെൻറ്റൻസ് ആണ്. നമ്മൾ അൽ ബഹ്സു എന്നുള്ളതിൻ്റെ താഴെ കൊടുത്ത ഈ സെൻറ്റൻസ് മൊത്തം ഒറ്റക്കൊരു സെൻറ്റൻസ് ആണ്. അപ്പോൾ നോക്കുക, അതിൽ എത്രകാനും പദമുണ്ട്. ഇതിൽ കണ്ടോ, അടിവരക്കുന്നുണ്ടോ, ഇതിൽ കണ്ടോ, ഇതൊരൊറ്റക്കൊരു സെൻറ്റൻസ് ആണ്. ഇദാ തഅമ്മൽന അത്തർക്കീബൽ അവ്വല വജദ്നാഹു യതറക്കബു മിൻ കലിമത്തൈനി. അപ്പൊ അതിൽ കണ്ടോ, അതിന്റെ അർത്ഥം നമുക്ക് ചിന്ത നടത്തിയാൽ നമുക്ക് സെന്റൻസിനെ 2 പദങ്ങളിൽ നിന്നും രൂപം കൊണ്ടതായിട്ട് നമുക്ക് കാണാം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഒരു ആശയത്തിന് എന്താ അവിടെ ഒരു എന്താ പറയാ, നമ്മൾ ഒരു കണ്ടീഷനാണ് വന്നത്, ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ചെയ്യാം അല്ലേ. അപ്പോൾ അതിൽ എത്രങ്ങാനും സെൻറ്റൻസുകൾ വന്നു, എത്രങ്ങാനും പദങ്ങൾ വന്നു. അപ്പം അതിന് നമ്മൾ കോംപ്ലക്സ് അല്ലെങ്കിൽ കോമ്പൗണ്ട് സെൻറ്റൻസ് എന്നാണ് പറയുക. അതും അറബിയിലും വരും. ഇപ്പോൾ ഈ ഒരു അൽ ബുസ്താനു ജമീലുൻ, അതൊരു സിമ്പിളാണ്. ദ ഗാർഡൻ ഈസ് വെരി ബ്യൂട്ടിഫുൾ. ഇനി ഞാൻ പറയാട്ടോ, ഞാൻ കണ്ടു, അത് സെൻറ്റൻസ് അല്ലേ. ഞാൻ കണ്ടു. ഞാൻ സെയ്ദിനെ കണ്ടു, സെൻറ്റൻസ് അല്ലേ, പൂർണ്ണമായ ആശയം ഉണ്ടല്ലോ. ഞാൻ പാലക്കാട്ടേക്ക് പോകുമ്പോൾ സെയ്ദിനെ കണ്ടു, കൂടി വന്നതുണ്ടോ. ഞാൻ പാലക്കാട്ടേക്ക് പോകുമ്പോൾ സെയ്ദിനെ കണ്ടു. ഇനി നോക്കൂ, ഞാൻ പാലക്കാട്ടേക്ക് പോകുമ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സെയ്ദിനെ കണ്ടു. സെൻറ്റൻസ് കൂടി, അതിൻ്റെ സ്ട്രക്ചറുകൾ, അതിലുള്ള കോമ്പൗണ്ടുകൾ ഇങ്ങനെ കൂടി വരുന്നുണ്ടോ, ഓരോ പദങ്ങൾ ഓരോ. ഞാൻ പാലക്കാട്ടേക്ക് പോകുമ്പോൾ കോഴിക്കോട്ടേക്ക് പോവുകയും മറ്റൊരാളോടുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന സെയ്ദിനെ ഞാൻ ഒറ്റ നോട്ടം കണ്ടു അല്ലേ. അതൊക്കെ എന്താണ്, ഒക്കെ സെൻറ്റൻസിൽ നമ്മൾ പറയേണ്ടി വരും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ നമ്മൾ പറയുന്നതിനനുസരിച്ച് നമ്മുടെ ഉദ്ദേശം എന്താണോ അതിനനുസരിച്ച് സെൻറ്റൻസിൻ്റെ വലിപ്പങ്ങൾ കൂടി വരും. നമ്മൾ ബേസിക് ആയിട്ടുള്ള സെൻറ്റൻസിൻ്റെ സ്ട്രക്ചറാണ് ഇപ്പോൾ പറഞ്ഞത്. 2 ഇസ്മുകളെ കൊണ്ട് ഒരു സെൻറ്റൻസ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരു ഫീലും ഒരു വെർബും ഒരു നൗണിനെ കൊണ്ടും സെൻറ്റൻസ് ഉണ്ടാവാം. ഓക്കെ ആണോ? അപ്പോൾ ഷമ്മ
അലിയുൻ, അലിയ് സ്മെൽ ചെയ്തു, വർദ്ധത്തൻ, എന്തിനെ? ഒരു പൂവിനെ സ്മെൽ ചെയ്തു. അപ്പോൾ ഇവിടെ ഇവിടെ നമ്മൾ അറിയാതെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അലിയുൻ എന്നാണ് പറഞ്ഞത്, അല്ലേ? അലിയുൻ. അപ്പൊ സബ്ജക്റ്റിന് എപ്പോഴും ഇങ്ങനെ ആയിരിക്കും, ലമ്മതായിരിക്കും വരിക സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ. പിന്നെ ഇവിടെ നമ്മൾ ഹാഷിമിനെ പറയുകയാണെങ്കിലോ, ഷമ്മ ഹാഷിമുൻ വർദ്ധത്തൻ. അതുപോലെ ഒബ്ജക്റ്റിന്റെ അവിടെ നസ്ബായിരിക്കും, ഫത്തഹത്തായിരിക്കും. നോക്ക്, വർദ്ധത്തൻ, കണ്ട? അതായത് ഒബ്ജക്റ്റിന് എപ്പോഴും ഈ അവസ്ഥയായിരിക്കും വരിക, നസ്ബ് എന്നാണ് അതിന് പറയാം. നസ്ബ്, ഒബ്ജക്റ്റിന്റെ ഏറാബ് നസ്ബ് എന്നാണ് പറയാം. സബ്ജക്റ്റിന്റെ ഏറാബ് റഫ് എന്നാണ് പറയാം. റഫ് എന്നതിന്റെ അടയാളമാണ് ലമ്മത്ത്, നസ്ബ് എന്നതിന്റെ അടയാളമാണ് ഫത്ഹത്ത്. മനസ്സിലാണോ? നസ്ബ് എന്നതിന്റെ അടയാളമാണ് ഫത്ഹത്ത്. നമ്മൾ ഇതിൽ വരും, ശേഷം പാഠങ്ങളായിട്ട് വരും. അത് ഞാനിപ്പോ നിങ്ങൾ ഒന്ന് ഓർമ്മയിൽ വെക്കാൻ പറഞ്ഞതാണ്. ഓരോ പാഠങ്ങൾ അതായിട്ട് വരും. അതുപോലെ നോക്കി, മുകളിൽ കണ്ടോ, അൽ ബുസ്താനു ജമീലുൻ. അത് രണ്ടും ഒരു, അൽ ബുസ്താൻ എന്നുള്ളതും സബ്ജക്റ്റാണ്, ജമീൽ എന്നുള്ളത് അതിൻ്റെ ഒരു പ്രെഡിക്കേറ്റ്. അത് ഖബർ, മുബ്തദ ഖബർ എന്നാണ് നമ്മൾ പറയാം അറബിയിൽ. അപ്പൊ അൽ ബുസ്താനു അത് റഫ് ആണ്, അവിടെ റഫാണ്, അല്ലേ? ഒക്കെ റഫല്ല. നോക്ക്, അൽ ബുസ്താനു ജമീലുൻ എന്നതും റഫാണ്. അശംസു ത്വാലിഅത്തുൻ അതും റഫാണ്. ഒരു ഇസ്മിന്റെ ഒരു ഇസ്മ അടിസ്ഥാനപരമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ റഫായിട്ടാണ് പറയാം എപ്പോഴും. പിന്നെ അതിന് തെറ്റി വരുന്ന സമയത്ത് ചിലപ്പോൾ നസ്ബ് കിട്ടുമ്പോൾ കണ്ടോ, വർദ്ധത്തൻ. ഇനി ഞാൻ പറയാണ് പൂവ് മനോഹരമാണെന്ന് ഞാൻ പറയുമ്പോൾ അൽ വർദ്ധത്തു ജമീലത്തുൻ എന്ന് പറയും, കണ്ടോ? അടപ്പോ അൽ വർദ്ധത്തു ജമീലത്തുൻ എന്ന് പറയും. അൽ ബുസ്താനു ജമീലു നമ്മൾ പറഞ്ഞല്ലോ, അതേപോലെ തന്നെ പൂവ് മനോഹരമാണ് എന്ന് പറയുമ്പോൾ അൽ വർദ്ധത്തു, കാരണം അത് ജമീലത്തുൻ എന്ന് പറയാൻ കാരണം അതിലൊരു താ കണ്ടോ, ഈ താ മുഅന്നസിന്റെ അടയാളാണ്. മുഅന്നസിലെ സ്ത്രീലിംഗം. അപ്പൊ അൽ വർദ്ധത്തു ജമീലത്തു എന്ന് പറയും. അപ്പൊ അശംസു ത്വാലിഅത്തു എന്ന് പറഞ്ഞാണ്ടോ, അശംസു, ഈ ഷംസ് മുഅന്നസാണ്. പക്ഷെ അത് ഷംസ് മുഅന്നസ് എന്നാണ് നമ്മൾ ഖുർആനിലും ഹദീസിലും ഒക്കെ ഉപയോഗിച്ചത് ഷംസിനെ മുഅന്നസായിട്ടാണ്. ഖുർആന്, ഹദീസ്, നമ്മുടെ ക്ലാസിക്കൽ ടെക്സ്റ്റുകളിലൊക്കെ ഷംസിനെ ഉപയോഗിച്ചത് മുഅന്നസായിട്ടാണ്. ശരിക്കും മുഅന്നസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആണിൻ്റെ എതിരിൽ പറയുന്ന പെണ്ണുങ്ങൾക്കാണ് മുഅന്നസ് എന്ന് പറയാം. ഇപ്പോൾ പുരുഷൻ, സ്ത്രീ, ആൺകഴുത, പെൺകഴുത, ആൺകുതിര, പെൺകുതിര, ആണൊട്ടകം, പെണ്ണൊട്ടകം, ഇങ്ങനെ ആണുങ്ങളുണ്ടാവും. പക്ഷെ സൂര്യന് ആണായിട്ടൊന്നും വേറല്ല. പക്ഷെ നമ്മളത് നമ്മുടെ ക്ലാസിക്കൽ ടെക്സ്റ്റുകളിൽ അതെന്തായിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്? മുഅന്നസായിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ചെവി, അതുപോലെ കണ്ണ്, അതുപോലെ കയ്യ്, ഇതൊക്കെ മുഅന്നസായിട്ടാണ് ഉപയോഗിക്കുക. ഇൻഷാ അല്ലാഹ് അതിന് ശേഷം വരും അത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോൾ ഷമ്മ അലിയുൻ വർദ്ധത്തൻ, ഇവിടെ ഷമ്മ എന്നത് ഫിയലാണ്, വെർബാണ്. മണത്തു, സ്മെൽ ചെയ്തു എന്നാണ് അതിൻ്റെ അർത്ഥം. അലിയുൻ, അപ്പൊ ആരാ സ്മെൽ ചെയ്തത്? സബ്ജക്റ്റ്. മണത്ത ആള് അലിയാണ്. അപ്പൊ അലിയുൻ എന്നുള്ളത് അതിന്റെ ഫായില്, സബ്ജക്റ്റ്. വർദ്ധത്തൻ, വർദ്ധത്തൻ എന്നുള്ളത് അതിന്റെ ഒബ്ജക്റ്റ്. അപ്പൊ അലി വർദ്ധത്തിനെ. അപ്പൊ ഒബ്ജക്റ്റ് ആയിട്ട് നമ്മൾ ഏതൊരു ഇസ്മിനെ കുറിച്ച് പറയുന്നോ അതിന് നസ്ബായിരിക്കും. ഒബ്ജക്റ്റ് ആയിട്ട് ഏതൊരു, അതെ, യെസ്, ഇരട്ട അതിന്റെ അടയാളമാണ്. അലിഫ്ലാം ഉണ്ടെങ്കിൽ ഒറ്റ ഫത്ത് ഔട്ടോ, അലിഫ്ലാം ഉണ്ടെങ്കിൽ ഒറ്റ ഫത്ത്. അത് അലിഫ്ലാം ഉണ്ടെങ്കിൽ ലമ്മും ഒറ്റയാവും. നമുക്ക് ശേഷം പറഞ്ഞ ഉദാഹരണത്തിന് മനസ്സിലാവും. നോക്കി, അടുത്ത ഉദാഹരണം നോക്ക്. ഖതഫ, പറിച്ചു. ഖതഫ, പറിച്ചു. ഫായിലാര? മുഹമ്മദുൻ, മുഹമ്മദ് പറിച്ചു. എന്തിനെ പറിച്ചു? സഹറത്തൻ, പൂവിനെ പറിച്ചു. അപ്പൊ നോക്കി, അവിടെ
സബ്ജക്റ്റും ഒബ്ജക്റ്റും കണ്ട. നമ്മളിപ്പോൾ ഒറ്റ ഉദാഹരണത്തിൽ മാത്രമല്ല പറയാ, ലോകത്തുള്ള മുഴുവൻ സബ്ജക്റ്റുകളും ഒരു വെർബിൻ്റെ സബ്ജക്റ്റായിട്ട് വരുന്നുണ്ടോ ആ സബ്ജക്റ്റുകളൊക്കെ റഫ് ആയിരിക്കും, ലമ്മത്ത് കൊണ്ടായിരിക്കും. നോക്കുക, ഖത്തഫ മുഹമ്മദുൻ സഹറത്തൻ. ഇനി ഞാൻ പറയണം, അപ്പോൾ ഹാഷിമ് പനിനീർ പൂവിനെ പറിച്ചു. ഖത്തഫ ഹാഷിമുൻ വർദ്ധത്തൻ. കണ്ട, ക്ലിയർ അല്ലേ? അതായത് ഖത്തഫ പറിച്ചു വെർബാണത്, അതിൻ്റെ സബ്ജക്റ്റാണ് മുഹമ്മദുൻ എന്നുള്ളത്. റഫ് കണ്ടോ, ലമ്മത്ത് കൊണ്ട് റഫ്, ഇരട്ട റഫ് ലമ്മത്ത്, ഇരട്ട ലമ്മത്ത് കണ്ടോ, ഫായിലാണത്, സബ്ജക്റ്റാണ്. സഹ്റത്തൻ അത് ഒബ്ജക്റ്റാണ്, ഇരട്ട ഫത്ത്. അത് ഏതേപോലെ ഷമ്മ അലിയുൻ വർദ്ധത്തൻ എന്ന് പറഞ്ഞ പോലെ, ഷമ്മ അലിയുൻ വർദ്ധത്തൻ എന്ന് പറഞ്ഞ പോലെ തന്നെ അതേ രൂപത്തിൽ തന്നെ. അതാ ഞാൻ പറഞ്ഞത്, സബ്ജക്റ്റായിട്ട് വരുന്ന ഇസ്മുകളൊക്കെ റഫായിരിക്കും, ഒബ്ജക്റ്റായിട്ട് വരുന്ന ഇസ്മുകളൊക്കെ എന്തായിരിക്കും, നസ്ബായിരിക്കും. അതുണ്ടോ? ഇനി നമ്മൾ ഉദാഹരണം ഉണ്ടാക്കുകയാണ്. ഇത് എന്താ, ഹാഷിമ് പനിനീർ പൂവിനെ പറിച്ചു എന്നാണ് ഞാൻ പറയുന്നത്. അപ്പം എങ്ങനെ പറയണം? പറിച്ചെടുത്തു. ഖത്തഫ ഹാഷിമുൻ വർദ്ധ, അല്ലല്ല വർദ്ധ തൻ. ഒബ്ജക്റ്റ് ആയിട്ട് പറയണം. നമ്മളൊരു ഒബ്ജക്റ്റ് ഇരട്ട ഫത്ത് ആണല്ലോ, അല്ലേ? മനസ്സിലായില്ലേ? ഇനി വായിച്ചു, ഹാഷിമ് വായിച്ചു, കിതാബിനെ വായിച്ചു എന്നാണ് ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഖറഅ എന്നാണ് വായിച്ചു എന്നുള്ളതിന് പറയാം. അപ്പൊ എങ്ങനെ പറയും? ഖറഅ കിതാബൻ. യെസ്, കിതാബൻ. ഓക്കെ, ക്ലിയർ ആണ്. ഖറഅ ഹാഷിമുൻ കിതാബൻ. ഇനി പറയട്ടെ, സെയ്ദ് അംറിനെ കൊലപ്പെടുത്തി എന്നാണ് കേട്ടോ, കൊന്നു. ഖത്തല എന്നാണ് കൊന്നു എന്നുള്ളതിന് പറയാം. ഖത്തല എന്നാണ് കൊന്നു എന്നുള്ളതിന് പറയാം. എങ്ങനെ പറയും? സെയ്ദ് അംറിനെ കൊന്നു. എങ്ങനെ പറയും? അല്ല, അംറൻ. അംറൻ. ഓക്കെ, വെരി ഗുഡ്. ഇനി ഞാൻ പറയാം, സെയ്ദ് സഈദിനെ സഹായിച്ചു. നസറ എന്നാണ് സഹായിച്ചു എന്നുള്ളതിന് പറയാം. സെയ്ദ് സഈദിനെ സഹായിച്ചു. യെസ്, വെരി ഗുഡ്, ക്ലിയർ ആണ്. അപ്പോൾ ഈ ഒരു സ്ട്രക്ചർ നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഏത് സബ്ജക്റ്റ് ആയി വരുന്ന, സബ്ജക്റ്റായിട്ട് വരുന്നതും ഒബ്ജക്റ്റായിട്ട് വരുന്നതും ഒക്കെ ഇസ്മായിരിക്കും, ഒക്കെ ഇസ്മായിരിക്കും, നൗൺ ആയിരിക്കും. അപ്പോൾ അതിന് സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ റഫ്ഉ ആയിരിക്കും, ഒബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ നസ്ബ് ആയിരിക്കും. ആ നസ്ബിൻ്റെ ഒരടയാളമാണ് ഇരട്ട ഫത്ഹ്, റഫ്ഇൻ്റെ ഒരടയാളമാണ് ഇരട്ട ലമ്മ. ക്ലിയർ അല്ലേ? അടുത്ത നോക്കി, അടുത്തതിൽ സബ്ജക്റ്റ് ഏതാന്ന് പറയാൻ കേട്ടോ. ഞാൻ അടുത്ത ഉദാഹരണം വായിക്കുമ്പോൾ, യഈശു സമക്കു ഫിൽ മാഇ. അല്ലല്ല, അല്ല, ഇതിൽ ഒബ്ജക്റ്റ് ഇല്ല. ഇതില് അത് ഒബ്ജക്റ്റിന് എന്താ വരേണ്ടത്? മാ എന്നല്ലേ. ഇതില് നമ്മൾ പറഞ്ഞല്ലോ, എല്ലാത്തിനും ഒബ്ജക്റ്റ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. യഈശു ജീവിക്കുന്നു, യഈശു ജീവിക്കുന്നു, വെർബ്. യഈശു എന്നുള്ളത് വെർബ്. അസ്സമക്കു ഫിഷ് ജീവിക്കുന്നു. അസ്സമക്ക് എന്നുള്ളത് എന്താണ്? സബ്ജക്റ്റ് ആണ്. ഞാൻ പറഞ്ഞല്ലോ, അലിഫ്ലാം ഉണ്ടാവുമ്പോൾ ഒരു ലമ്മത്തെ വരുള്ളൂ. അലിഫ്ലാം ഉണ്ടാവുമ്പോൾ ആ നേരത്തെ പറഞ്ഞ പോലെ ത്വാലിഅത്തുൻ,
അലിയുൻ മുഹമ്മദുൻ എന്നുള്ള സബ്ജക്റ്റിലുള്ളതൊന്നും എന്താവില്ല, അവിടെ തൻവീൻ ഇരട്ട ലമ്മത്തുണ്ടല്ലോ, അത് വരില്ല. ഇവിടെ യഈഷു സമക്കു ഫിൽ മായി, വെള്ളത്തിൽ, മത്സ്യം വെള്ളത്തിൽ ജീവിക്കുന്നു അല്ലേ? എന്നർത്ഥം വരിക മത്സ്യം വെള്ളത്തിൽ ജീവിക്കുന്നു. അവിടെ ഇവിടെ നോക്ക്, യഈഷു എന്നുള്ളത് വെർബാണ്. യഈഷു എന്നുള്ളത് വെർബ്. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ ഒരു പാസ്റ്റ് ടെൻസ് അല്ലത്. കത്തഫ പറിച്ചു, ഷമ്മ മണത്തു, നസറ സഹായിച്ചു, കത്തല കൊന്നു. ഇതൊരു പാസ്റ്റ് ടെൻസുകളാണ് നമ്മൾ ഇത്ര പറഞ്ഞ്. ഇത് യഈഷു ജീവിക്കുന്നു, ഇതൊരു പ്രസന്റ് ആണ് അല്ലേ? ഞാൻ എഴുതുന്നു, ഞാൻ വായിക്കുന്നു, ഞാൻ പറിക്കുന്നു, ഞാൻ നോക്കുന്നു, ഇതൊക്കെ പ്രസന്റ് ടെൻസ്, ഇപ്പൊ നടക്കുന്ന കാര്യമാണ്. അപ്പൊ ഇത് പ്രസന്റ് ടെൻസ് ആണ് ഈ ഫീൽ കേട്ടോ. അപ്പൊ വെർബ് രണ്ട് വിധമുണ്ട്. വെർബ് ഒന്ന് പാസ്റ്റും ഒന്ന് പ്രസന്റും എന്ന് നമ്മൾ ഇപ്പൊ മനസ്സിലായില്ലേ? ഇങ്ങനെ ഓരോന്നോരോന്ന് സ്റ്റെപ്പായിട്ട് വരും. ഇതൊക്കെ ഓരോ പാടായിട്ട് വരും. മാലിയായ പാസ്റ്റ് ടെൻസ്, അതുപോലെ പ്രസന്റ് ടെൻസ്, അതുപോലെ സബ്ജക്റ്റ്, ഒബ്ജക്റ്റ്, ഇതൊക്കെ ഓരോ പാടായിട്ട് വരും. നമ്മൾ തുടക്കത്തിലൊന്ന് അതെ, യെസ്. ഇതിപ്പോ ഒരു ജുംലത്തും മുഫീദ എങ്ങനെ ഉണ്ടാവും, എന്തെല്ലാം കൊണ്ട് രൂപം കൊള്ളും എന്ന് പറഞ്ഞു തരികയാണ്. അപ്പൊ യഈഷു ജീവിക്കുന്നു, അസ്സമക്കു ഫിൽ മായി വെള്ളത്തിൽ, സമക്ക് ജീവിക്കുന്നു, മത്സ്യം ജീവിക്കുന്നു. ഇതേപോലെ നമുക്ക് ഉണ്ടാക്കാം. ഞാൻ കേരളത്തിൽ ജീവിക്കുന്നു എന്ന് പറയും. ഉദാഹരണം പറയാ, സെയ്ദ്, ഒരാളെ പറയാം, സെയ്ദ് കേരളത്തിൽ ജീവിക്കുന്നു, എങ്ങനെ പറയും? യെസ്, യഈഷു സെയ്ദുൻ കേരള. അസൈദു എന്ന് വേണ്ട അവിടെ, കാരണം നമ്മള് പേരിന്റെ മുമ്പ് ദാന്ന് ചേർക്കൂലല്ലോ. ഈ അൽ എന്ന് പറഞ്ഞ ഏകദേശം ദ എന്നാണ് അതിന്റെ അർത്ഥം വരിക ഇംഗ്ലീഷില്. ഒരു ആർട്ടിക്കിൾ ആണ്. ഉദാഹരണം പറഞ്ഞ ദ ഗാർഡൻ ഈസ് ബ്യൂട്ടിഫുൾ, അവിടെ കണ്ടോ? അൽ ബുസ്താനു എന്നുള്ളത് നമ്മൾ ട്രാൻസ്ലേഷൻ നടത്തുമ്പോൾ ദ ഗാർഡൻ ഈസ് ബ്യൂട്ടിഫുൾ. പിന്നെ അശംസു എന്നുള്ളിടത്തും വരിക ദ സൺ എന്നാ വരിക. ഷമ്മ അലി എന്നുള്ളിടത്തും അല്ല അലി എന്നല്ല പറയാം. ദ അലി നമ്മൾ എന്താവൂല പേരിന് പറയില്ലോ, പേരിന് മുമ്പ് പറയില്ല. അപ്പോ ദ ഇവിടെയും തന്നെ യഈഷു സമക്കു ദ ഫിഷ് അങ്ങനെയാണ് വരിക. ഇനി ഒരാളെ പേരാകുമ്പോ അവിടെ എന്താ ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പൊ യഈഷു സെയ്ദുൻ ഫിൽ മായി. എന്റെ പേരിൽ ഇപ്പൊ ദ ജാബിർ, ദ ഹാഷിം എന്ന് നമ്മൾ പറയേണ്ടതില്ല. അത് ഓൾറെഡി എന്താണ് അറിഞ്ഞ തന്നെയാണ് ഒരാളെ പേരാകുമ്പോൾ. ഫിഷ് എന്ന് പറയുമ്പോൾ ഏത് ഫിഷും ആകാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ ഫിഷിനെ ഒരു പ്രത്യേക കോണ്ടെക്സ്റ്റിൽ കൊണ്ടുവരുന്ന സമയത്ത് ദ ഫിഷ് എന്ന് പറയുമ്പോൾ അറിയപ്പെട്ട ഒരു ഫിഷായി അവിടെ നമ്മുടെ മനസ്സിലുള്ള ഇപ്പൊ കാണുന്ന ഫിഷ്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യഈഷു സമക്കു മത്സ്യം ജീവിക്കുന്നു, ഫിൽ മായി വെള്ളത്തിൽ. അവിടെ തന്നെ വാട്ടർ, ഇൻ ദ വാട്ടർ എന്നാണല്ലോ നമ്മൾ പറയാം അല്ലെ? ഇൻ ദ വാട്ടർ അങ്ങനെയല്ലേ ഇംഗ്ലീഷിൽ പറയാം. അപ്പൊ അതേപോലെ ഇൻ ദ കേരള എന്ന് പറയില്ല. അപ്പൊ നമ്മള് ഫി കൈരള എന്ന് പറയാം. ഫി കൈരള. പിന്നെ ഓക്കെ. അതുകൊണ്ട് അവിടെ അലിഫ്ലാം അവിടെ എന്തിൽ വേണം? നമ്മളൊരു നൗണിൽ വരുന്ന സമയത്ത് നൗണുകൾ ചില നൗണുകളുടെ കൂടെ നമ്മൾ എന്ത് ഉപയോഗിക്കണം? ദ ഉപയോഗിക്കണം. അതേപോലെ വെള്ളം, അതുപോലെ മീന്, അതിൻ്റെയൊക്കെ കൂടെ ദ വരും. അപ്പൊ അലിഫ്ലാം അവിടെ വരും. ഇവിടെ കണ്ടോ ഫിൽ മായി, അൽ മായി എന്നുള്ളതിന് കെസറാണ് അല്ലെ? മായി. അപ്പൊ കെസർ വരുമ്പോ ഇങ്ങനെ കുറച്ച് അക്ഷരങ്ങൾ അതിന്റെ മുമ്പ് വരും. ഫീന്നോ മിന്നോ അന്നോ ഒക്കെ വരും. ഇപ്പോ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് കണ്ടോ? മിൻ
മിൻ വന്നതുകൊണ്ട് ശരി എന്ന് പറഞ്ഞു ശേഷം. അതേപോലെ അതൊക്കെ ഒരു ഡീറ്റെയിൽ ആയിട്ട് വരും, ഞാനതൊന്ന് ചുരുക്കി പറയാണ്. അപ്പോൾ ഫിൽ മാ ഇ, ഫീ എന്ന് വന്നത് കൊണ്ട് അതിന് ശേഷമുള്ള എനിക്ക് എന്ത് വന്നു? കസ്റ വന്നു. ഫിൽ മാ ഇ. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മളിപ്പോൾ അൽ ബുസ്താനു ജമീലുൻ, അശംസു താലിഅത്തുൻ, ഷമ്മ അലിയുൻ വർദത്തൻ, ഖതഫ മുഹമ്മദുൻ സഹറത്തൻ, യഈഷു സമക്കു ഫിൽ മാഇ. യക്സുറു വർദ്ധിക്കുന്നു. അടുത്ത് നോക്കി, യക്സുറു വർദ്ധിക്കുന്നു. അന്നഖീലു ഈത്തപ്പഴം വർദ്ധിച്ചിരിക്കുന്നു. ഫി മിസ്ര മിസ്റിൽ, മിസ്റിൽ എന്തായിട്ടുണ്ട്? ഈത്തപ്പഴം വർദ്ധിച്ചിരിക്കുന്നു. യക്സുറു. ക്ലിയർ അല്ലേ? നഖീൽ എന്ന് പറഞ്ഞാൽ ഈത്തപ്പഴം. ഈ മിസ്രിൽ, ഈജിപ്തില് ഈന്തപ്പഴം കൂടുതലാണ്. വർദ്ധിക്കുന്നു പറഞ്ഞാൽ കൂടുതലുണ്ട്. അപ്പൊ യക്സുറു അതും എന്താണ്? മാലിയല്ല, വർദ്ധിച്ചു എന്നല്ല പറഞ്ഞത്, വർദ്ധിക്കുന്നു, വർദ്ധിച്ചിട്ടുണ്ടായിരിക്കുന്നു. അതൊരു എന്താണ്? ഒരു പ്രസന്റ് ആയിട്ടുള്ള രൂപമാണ്. അപ്പോ ഇവിടെയും സബ്ജക്റ്റ് ഏതാ വരിക? ഇവിടെ യക്സുറു യക്സുറു, യെസ്, സോറി, നഖീൽ എന്നുള്ളത് വെർബോ, യക്സുറു എന്നുള്ള വെർബ്, അന്നഖീൽ എന്നുള്ളത് അതിന്റെ സബ്ജക്റ്റ്. ഫീ എന്നുള്ളത് മിസ്റിൽ എന്നുള്ള അർത്ഥം കിട്ടാൻ വേണ്ടി, മിസ്റിൽ. പിന്നെ സ്ഥലപ്പേരാണ് സമയത്താണ് അവിടെ മിസ്ര എന്ന് വായിച്ച്. ഇനി ആളുകളോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ വെള്ളം അങ്ങനത്തെ ശരിക്കുള്ള നൗണൊക്കെ ആണെങ്കിൽ ഫീക്ക് ശേഷം കെസർ വായിക്കണം. ഇതൊരു സ്ഥലപ്പേരായതുകൊണ്ടാണ് മിസ്ര എന്ന് വായിച്ചിട്ടോ, സ്ഥലത്തിന്റെ പേരായതുകൊണ്ട്. ഓക്കെ. അപ്പോൾ ഇതില് ഇപ്പൊ ഈ പറയപ്പെട്ട 6 തരം ഉദാഹരണങ്ങൾ നമ്മൾ പറഞ്ഞു. 6 തരത്തിലും നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ഒന്നാമത്തെ ഉദാഹരണത്തിൽ 2 പദങ്ങളെ കൊണ്ടാണ് ഉണ്ടായത്, അല്ലേ? ഈ 2 പദങ്ങളിൽ ഒന്ന് മാത്രം നമ്മൾ എടുക്കുകയാണെങ്കിൽ പൂർണ്ണമായ ആശയം കിട്ടുമോ? ഇല്ല. 2 പദങ്ങളും എന്ത് ചെയ്യണം? ഇത് ചേരുമ്പോഴാണ് പൂർണ്ണമായ ആശയം കിട്ടുന്നത്. ഇതേപോലെ ഞാൻ എൻ്റെ ഒരു ഡിസ്കഷനാണ്. അത് നമ്മൾ അറബിയിൽ വായിക്കണില്ല, എൻ്റെ ആശയം പറയാം. അതാപ്പം ഞാൻ പറഞ്ഞത്. ഒന്നാമത്തെ ഉദാഹരണം 2 പദങ്ങളെ കൊണ്ടാണ് രൂപം കൊണ്ടത്, അൽ ബുസ്താൻ എന്നുള്ളതും ജമീലുൻ എന്നുള്ളതും. ഒന്നാമത്തെ പദം മാത്രമാണ് നമ്മൾ എടുക്കുന്നത്, അൽ ബുസ്താനു എന്നുള്ളത് മാത്രമാണ് നമ്മൾ എടുക്കുന്നത് എങ്കിൽ പൂർണ്ണമായ ആശയം കിട്ടൂല. ജമീലുൻ എന്ന മറ്റൊരു പദം കൂടി അതിലേക്ക് ചേർന്നപ്പോഴാണ് അതിന് പൂർണ്ണമായ ഒരാശയം എന്തായത് കിട്ടിയത്. ഇതേപോലെ തന്നെ എല്ലാം ഇതുപോലെ അശംസു ത്വാലിഅത്തുൻ, അശംസു എന്ന് മാത്രം എടുത്തു കഴിഞ്ഞാൽ പൂർണ്ണമായ ഒരു ആശയം നമുക്ക് കിട്ടൂല. ത്വാലിഅത്തുൻ എന്നുള്ള ഒരു പദം കൂടി എന്ത് ചെയ്യണം? അതിലേക്ക് ചേരുമ്പോഴാണ് പൂർണ്ണമായ ആശയം കിട്ടുക. അതേപോലെ തന്നെ ഷമ്മ എന്ന് മാത്രം എടുത്തു കഴിഞ്ഞാൽ പൂർണ്ണമായ ആശയം കിട്ടൂല. അലിയുൻ എന്ന വേറൊരു പദം കൂടി ചേരുമ്പോഴാണ് അതിന് പൂർണ്ണമായ ആശയം കിട്ടിയത്. ഇങ്ങനെ ശ്രദ്ധിക്കണേ. അപ്പൊ ഇങ്ങനെ ഓരോ പദങ്ങളും മറ്റൊരു പദം കൂടി ചേർന്ന് ഉണ്ടായിത്തീരുന്ന പദങ്ങൾക്കാണ്, കൂട്ടം പദങ്ങൾക്കാണ് നമ്മൾ എന്തെന്ന് പറയാം? ജുംലത്തുൻ മുഫീദ എന്ന് പറയാം. മനസ്സിലായോ? പൂർണ്ണമായ ആശയം കിട്ടുന്ന സെന്റൻസ് എന്ന് നമ്മൾ അതിനാണ് പറയുക. അതേപോലത്തെ നമുക്ക് ബാക്കിയുള്ളതിൽ വെച്ചു കൊടുക്കാം. അശംസു എന്നതുകൊണ്ട് മാത്രം പൂർണ്ണമായ ആശയം കിട്ടൂല. ത്വാലിഅത്തുൻ എന്ന മറ്റൊരു പദം കൂടി ചേരണം.
ഖത്തഫ എന്നതുകൊണ്ട് മാത്രം പൂർണ്ണമായ ആശയം കിട്ടൂല. മുഹമ്മദുൻ എന്ന ഫായിലും ചേരണം. യഈഷു എന്ന വെർബ് കൊണ്ടും പൂർണ്ണമായ ആശയം കിട്ടൂല. അസ്സമക്കു എന്ന ഫായിലും ചേരണം. ഇങ്ങനെ ഈ പറയപ്പെട്ട ഒന്നോ രണ്ടോ മൂന്നോ പദങ്ങൾ കൂടിച്ചേർന്ന് പൂർണ്ണമായ ആശയം കിട്ടുന്ന രൂപത്തിൽ വരുന്ന സെന്റൻസുകൾക്കാണ് നമ്മൾ ജുംലത്തുൻ മുഫീദ എന്ന് പറയുക. അപ്പൊ ഇതിലുള്ള രണ്ട് നിയമങ്ങളാണ് നമ്മൾ പറയുന്നത്. ആ രണ്ട് നിയമങ്ങളാണ് നമ്മൾ പറയുന്നത്. ഒന്ന്, അത് എഴുതിക്കൊള്ളിട്ടോ, ഞാൻ മലയാളം എഴുതിയാൽ മതി. പൂർണ്ണമായ ആശയം നൽകുന്ന വാക്കുകളുടെ കൂട്ടത്തിനെ ജുംലത്തുൻ മുഫീദ എന്ന് പറയുന്നു. ജുംലത്തുൻ മുഫീദ എന്ന് പറയുന്നു. ഇതിന് കലാമ് എന്നും പേരുണ്ട്. യെസ്, ഇതിന് കലാം എന്ന് പേരുണ്ട്. അപ്പൊ കലാം എന്താണ്, ജുംലത്തുൽ മുഫീദ എന്താണ് എന്നുള്ളതിന് ഉത്തരമായി നമ്മൾ പഠിച്ചത്. ഓക്കെ അല്ലേ? ഇനി രണ്ടാമത്തെ നിയമം, രണ്ട് പദങ്ങളാലോ അതിൽ കൂടുതൽ പദങ്ങളാലോ അതിൽ കൂടുതൽ പദങ്ങളാലോ ജുംലത്തുൻ മുഫീദ രൂപം കൊള്ളുന്നതാണ്. ഇവയിലെ ഓരോ പദവും ആ സെന്റൻസിന്റെ ഭാഗങ്ങളാണ്. രണ്ടോ അതിൽ കൂടുതലോ പദങ്ങളെ കൊണ്ട് എന്തുണ്ടാവും, ജുംലത്തു മുഫീദ രൂപം കൊള്ളും. അതിൽ ഓരോ പദങ്ങളും അതിന്റെ ഭാഗം. ഓരോന്നും നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇതതിന്റെ ഭാഗമാണ്. ഇതേപോലെ കുറച്ച് എക്സസൈസ് ആണ്. ഒരു 12 ഉദാഹരണം ഉണ്ട്. അതിൽ എത്ര കലിമത്തുകൾ, എത്ര പദങ്ങൾ ഉണ്ട് എന്നാ പറയുന്നത്. ഒന്നാമത്തേൽ എത്ര പദം ഉണ്ട്? 2-ലോ 3-ലും 4-ലും 5-ലും 6-ലും ഒക്കെ 2 അല്ലേ? 7-ലോ 3, 8, 9-ലും 3, 10-ൽ 4, 11-ല് 12-ല് അത് ഹർഫാണ്, പ്രിപ്പോസിഷൻ. ഹർഫ് എന്നാണ് പറയുന്നത്. പദം തന്നെയാണ്, ഓരോ പദം തന്നെ.
നമ്മൾ പറഞ്ഞല്ലോ ഇസ്മും ഫീലും ഹർഫും ഉണ്ട് പറഞ്ഞില്ലേ. ഇസ്മുകള്, ഫീലുകള്, ഹർഫ്. ഇവിടെ 9ാമത്തെ ഉദാഹരണം കണ്ടോ. യൽ അബു അൽ ഗിൽമാനു, കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്നു. ബിൽ കുറത്തി, പന്തുകൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്. ബി എന്ന് പറഞ്ഞാൽ അതൊരു വേറെ സെപ്പറേറ്റ് പദമാണ് കേട്ടോ. അപ്പൊ അതിലും 9ലും 4 ഉണ്ട്. 9ാമത്തെ സെന്റൻസിൽ എത്ര ഉണ്ട്? 4 ഉണ്ട്. നമ്മള് ഈ ബി, മിൻ, ഫി, ഇല, അൻ, അല എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് പറയും. അപ്പൊ അത് സെപ്പറേറ്റ് പദമാണ്. ഇപ്പൊ നമുക്ക് പെട്ടെന്ന് കണ്ടാൽ ഒന്നായിട്ടാണ് തോന്നുന്നത്, അതുകൊണ്ട് നമ്മൾ ഒന്നൊന്ന് വായിച്ചത്. കുഴപ്പമില്ല, നമ്മൾ ഇതിന് ശേഷം പറയുമ്പോൾ ഒന്നുകൂടി മനസ്സിലാവും. മിൻ എന്നുള്ള സെപ്പറേറ്റ് എഴുതിയിട്ടുണ്ട്, ഫി സെപ്പറേറ്റ് എഴുതിയിട്ടുണ്ട് അല്ലേ. അതേപോലെ പി എന്നുള്ളത് അടുപ്പിച്ചാണ് എഴുതിയിരിക്കുന്നത്, അൽ കുറത്ത് എന്നുള്ളതിനോട് അടുപ്പിച്ചാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഒന്നായി തോന്നിയത്. പക്ഷെ അത് രണ്ടും 2 പദമാണ്. അപ്പൊ ഇവിടെ ഇങ്ങനെ ഇതാണ്. ഇത് 1ാമത്തത് സെന്റൻസ് പൂർണ്ണമായ ആശയം നൽകുന്നുണ്ട്. അസ്സമാഉ മുംതിറത്തുൻ, ആകാശം മഴ പെയ്യിപ്പിക്കുന്നു. ആകാശം മഴ പെയ്യിപ്പിക്കുന്നു. അൽ ഹദീഖത്തു ജമീലത്തുൻ, പൂന്തോട്ടം ഭംഗിയുള്ളതാണ് അല്ലേ. അൽ ഹദീഖത്തു. യൻഖതിഉൽ മത്റു, മഴ അവസാനിച്ചു, മഴ നിന്നു, മഴ തോർന്നു എന്നൊക്കെ പറയല്ലോ നമ്മള്. മഴ തോർന്നു, അതാണ് യൻഖതിഉൽ മത്റു. യസീറു സഹാബു, മേഘം സഞ്ചരിക്കുന്നു. ഇതിന്റെ അർത്ഥം ഒന്ന് എഴുതി വെക്കുന്നത് നല്ലതാട്ടോ. കുറച്ച് പദങ്ങൾ നമ്മൾ പഠിക്കലായിരുന്നു. അസ്സമാഉ മുംതിറത്തുൻ, ആകാശം മഴ പെയ്യിപ്പിക്കുന്നു. അൽ ഹദീഖത്തു ജമീലത്തുൻ, പൂന്തോട്ടം ഭംഗിയുള്ളതാണ്. പെയ്യിക്കുന്നു. നേരത്തെ പറഞ്ഞ ഇത് ഹദീഖത്ത് എന്നായപ്പോ ജമീലത്തുൻ വന്നാണ്. മറ്റേത് അൽ ബുസ്താനു എന്നുള്ളത് അത് പുല്ലിംഗായിരുന്നു, മുദക്കറായിരുന്നു. അപ്പൊ പിന്നെ ജമീലുൻ എന്ന് പറഞ്ഞു. ഇത് മുഅന്നസ് ആയതുകൊണ്ട് അൽ ഹദീഖത്തു ജമീലത്തുൻ എന്ന് പറഞ്ഞു. യൻഖതിഉൽ മത്റു, മഴ തോരുന്നു. മത്റു എന്ന മഴ. മേഘം സഞ്ചരിക്കുന്നു. അതെ, യസീർ സഞ്ചരിക്കുന്നു. അസ്സഹാബു, മേഘം. അത് ഇതാണ് വെർബാണ്. യസീറു എന്ന് പറഞ്ഞ വെർബാണ്. സാറ യസീറു. തത്ലുഉ ശംസു, സൂര്യൻ ഉദിക്കുന്നു. തജിഫുൽ അർളു, ഭൂമി ഉണങ്ങിയിരിക്കുന്നു. ഉണങ്ങ വരള്ള. അത്വാഇറു ഫൗക ഷജറത്തി, മരത്തിനു മുകളിൽ പക്ഷി. പക്ഷി മരത്തിനു മുകളിലുണ്ട്.
മരം. ഫൗക്ക എന്ന് പറഞ്ഞാൽ മുകളിൽ. അപ്പൊ പക്ഷി മരത്തിന്റെ മുകളിലുണ്ട്. യഖ്തിഫു അലിയുൻ അൽ അസ്ഹാറ എന്തായിരിക്കും? ഖതഫ പറഞ്ഞു, നമ്മൾ പറിച്ചു. അപ്പൊ യഖ്തിഫു അല്ല, അത് പൂക്കൾ, അസ്ഹാർ പൂക്കൾ. അപ്പൊ യഖ്തിഫു പറിക്കും, അല്ലേ? പറിക്കുന്നു. അലി പൂക്കൾ പറിക്കുന്നു. ഏത് സഹറ ബഹു സഹറത്ത് പറഞ്ഞ ഒരു പൂവ്, അസ്ഹാർ എന്ന് പറഞ്ഞാൽ അതിന്റെ ബഹുവചനം. വർദ് എന്ന് പറഞ്ഞാൽ പനിനീർ പൂവാണ് പറയാ. വർദ്ധത്ത്, മറ്റേത് സാധാ പൂക്കള്. യൽഅബുൽ ഗിൽമാനു കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്നു. ബിൽ കുറത്തി പന്ത് കൊണ്ട്. തസീറുസ് ഗുലാം എന്ന് പറയും ഒരു കുട്ടിക്ക്. ഗുലാം അതിന്റെ ബഹുവചനമാണ് ഗിൽമാനു. ഗുലാം. അതായത് കുട്ടികൾ കുറെ ഉണ്ട് എന്നാണ്. ഗുലാം എന്ന് പറഞ്ഞ ഒരു കുട്ടി, ഗിൽമാൻ എന്ന് പറഞ്ഞ കുറെ കുട്ടികൾ. ബിൽ കുറത്തി അൽ കുറത്ത് എന്ന് പറഞ്ഞ പന്ത്. ബി എന്ന് പറഞ്ഞ ബിൽ കുറത്തി പന്ത് കൊണ്ട്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? യൻസിലുൽ മത്തറു മിനസ് സമായി എന്തായിരിക്കും അർത്ഥം? അല്ല, സമാ മാ ആണ് വെള്ളം, സമാ എന്ന ആകാശം. യെസ്, ആകാശത്തിൽ നിന്നും മഴ പെയ്യുന്നു. ഇറങ്ങുന്നു എന്നാണ് അർത്ഥം. നമ്മൾ പറയുമ്പോൾ, മലയാളത്തിൽ പറയുമ്പോൾ മഴ ഇറങ്ങാന്നല്ലോ നമ്മൾ പറയാം, മഴ പെയ്യുന്നു എന്നല്ല. ആകാശത്തിൽ നിന്നും മഴ പെയ്യുന്നു. പിന്നെ തസീറു സുഫുനു സഫീനത്ത് കപ്പൽ. സുഫുനു എന്ന കപ്പലുകൾ. ഫിൽ ബിഹാരി കടലുകളിലൂടെ. അപ്പൊ കപ്പൽ കടലിലൂടെ സഞ്ചരിക്കുന്നു. സുഫുനു എന്ന കപ്പലുകൾ. സഫീനത്ത് എന്നാണ് ഒരു കപ്പലിന് പറയാം. അതിന്റെ ബഹുവചനമാണ് സുഫുന്.
അടുത്തത് യസ്തദ്ദുൽ ബർദു ഫൗഖൽ ജിബാലി. പതിനൊന്ന് എഴുതിയോ? ജിബാൽ എന്ന് പറഞ്ഞാല് പർവ്വതങ്ങൾ, മലകൾ. അപ്പൊ മലകൾക്ക് മുകളിൽ തണുപ്പ് കഠിനമാണ്. യസ്തദ്ദു ശക്തമായിരിക്കുന്നു, അൽ ബർദു തണുപ്പ്, ഫൗഖൽ ജിബാലി പർവ്വതങ്ങൾക്ക് മുകളിൽ. പർവ്വതങ്ങൾക്ക് മുകളിൽ തണുപ്പ് കഠിനമാണ്. അപ്പൊ യസ്തദ്ദു ശക്തിയായിരിക്കുന്നു, അൽ ബർദു തണുപ്പ്, ഫൗക്ക മുകളിൽ, അൽ ജിബാലി പർവ്വതങ്ങൾ. ബർദു എന്ന തണുപ്പ്. പർവ്വതങ്ങൾക്ക് മുകളിൽ. പർവ്വതങ്ങൾക്ക് മുകളിൽ തണുപ്പ് ശക്തമായിരിക്കുന്നു. അൽമാ ഉൽ ബാരിദ് എന്ന് പറഞ്ഞ തണുത്ത വെള്ളം. അൽമാ ഉൽ ബാരിദ്. അതെ അതെ, അതിൻ്റെതാണ് ബർദ് എന്ന ഏറ്റവും റൂട്ടാണ്. ബാരിദ്, പിന്നെ മറ്റേ മുബറദ് പറയും തണുപ്പിക്കപ്പെട്ടതിന്. ബാരിദ് പറഞ്ഞ തണുത്തത്, മുബറദ് പറഞ്ഞ തണുപ്പിക്കപ്പെട്ടത്. തണുപ്പ് കാലത്തിനും ബർദ് പറയും. ക്ലിയർ അല്ലേ? ഇപ്പൊ ഒന്നുകൂടി പറയാം. ഇപ്പൊ ഇവിടെയൊക്കെ നമ്മൾ 2ഉം 3ഉം 4ഉം വാക്കുകളൊക്കെ കൊണ്ടാണ് ഓരോ സെന്റൻസ് ഉണ്ടായത്. ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് സെന്റൻസുകൾ നമ്മൾ ഉണ്ടാക്കണം. ഈ പദങ്ങൾ വെച്ചുകൊണ്ട് കുറച്ച് സെന്റൻസുകൾ നമ്മൾ ഉണ്ടാക്കണം. ഇപ്പോൾ അൽ ബുസ്താനു ജമീലുൻ, അതേപോലെ അൽ ഹദീഖത്തു ജമീലത്തുൻ. ഇപ്പോൾ സൂര്യനും ഭംഗിയുള്ളതാണ്, അശംസു ജമീലത്തുൻ. നമ്മൾ മത്സ്യം വെള്ളത്തിൽ ജീവിക്കുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു ജയ്ദ് എവിടെ ജീവിക്കുന്നു? കേരളത്തിൽ ജീവിക്കുന്നു. അല്ലെങ്കിൽ ജയ്ദ് ഗൾഫിൽ, ജയ്ദ് സൗദിയിൽ ജീവിക്കുന്നു. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓരോ സെന്റൻസുകൾ, ഓരോ പദങ്ങൾ ഉണ്ടാക്കാൻ സിമ്പിളായിട്ട്. അപ്പൊ അതൊന്ന് നോക്കുക, ഒന്ന് ആ വാക്കുകളൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. നാളെ നമുക്ക് ഇൻഷാല്ലാ ഒന്ന് മറ്റേ റിയാദ് സ്വാലിഹിന് പോകുമ്പോൾ ഹദീസ് പോകുന്ന സമയത്ത് ഇങ്ങനെ കൂടെ ടച്ച് ചെയ്തിട്ട് പോകും. അതിൽ സെന്റൻസ് ഏതാണ്, ജുംലത്ത് മുഫീദ് ഏതാണ് എന്നുള്ളത് കൂടി നമ്മൾ ടച്ച് ചെയ്യും. അപ്പം നമുക്ക് ഒന്നുകൂടി ക്ലിയർ ആവും. ഇതിപ്പോൾ നമ്മൾ ഇതിനു വേണ്ടി കൊണ്ടുവന്ന ഉദാഹരണമാണ്. ഏത് ഈ കിതാബിൽ ഇപ്പോൾ ജുംലത്ത് മുഫീദക്ക് വേണ്ടി കൊണ്ടുവന്ന ഉദാഹരണമായത് നമുക്ക് ഉറപ്പാണ് ഇത് ജുംലത്ത് മുഫീദ് തന്നെയാണ് എന്നുള്ളത്. നേരെ മറിച്ച് അതിലങ്ങനെയല്ലല്ലോ, അത് പിന്നെ എല്ലാം കൊണ്ടുവരുന്ന കിതാബാണല്ലോ. അപ്പോൾ അതിൽ നമുക്ക് അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാൻ പറ്റും, പ്രാക്ടിക്കലായിട്ട് അതൊന്ന് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ പറഞ്ഞു പോകാം കേട്ടോ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما ينفعنا يا إله العالمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد صلى الله عليه وسلم وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون، سلام على المرسلين والحمد لله رب العالمين. إن شاء الله نعلق. السلام عليكم.